അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നസീറയാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോ കണ്ടുവരാം കേട്ടോ. ചക്കക്കുരു മാങ്ങ ഇട്ടിട്ട് കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ ചോറിന് വേണ്ടിയിട്ടുണ്ടാക്കുന്നത്. ചക്കക്കുരു ആദ്യം തൊലി പൊളിച്ചെടുക്കണം. ആദ്യം തന്നെ മേലെ കാണുന്ന തൊലി പൊളിച്ചാൽ മതി. അടിയിലത്തത് ചെറുതായിട്ടൊന്ന് ചുണങ്ങിയെടുത്താൽ മതി. അത് പ്രതിരോധ ശേഷിയുള്ളത് കൊണ്ട് തന്നെ അത് വയറ്റിലെത്തിയാൽ നല്ലതാണ്. കഴിക്കാൻ പറ്റിയതായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ എടുക്കാത്തത് കേട്ടോ. കൂടുതലായിട്ട് കളയാത്തത്. അങ്ങനെ അത് മുറിച്ചെടുത്ത് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. അതൊരു ചട്ടിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. മാങ്ങ അതിൻ്റെ കൂടെ ഇടുന്നില്ല കേട്ടോ. മാങ്ങ വേറെ തന്നെ ഒരു ചട്ടിയിൽ വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് ചക്കക്കുരു ഇളക്കിയതിന് ശേഷമേ ചേർക്കുന്നുള്ളൂ. അതിൻ്റെ ചുവന്ന തൊലി കാണുന്നില്ല, അതാണ് പ്രതിരോധ ശേഷിക്കുള്ളത്. അങ്ങനെ എല്ലാവരും അത് പോക്കിയെടുക്കണ്ട കേട്ടോ. കറി വെക്കുമ്പോൾ അങ്ങനെ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് വേണ്ടി മഞ്ഞളും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ പച്ചമുളകും, ചുവന്ന മുളക് ഇതിൽ ചേർക്കുന്നില്ല. അതൊക്കെ ഇട്ട് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഇളക്കുന്നത്. കാരണം ഇളക്കി ചേർന്ന് പോകുന്നതിന് മാങ്ങ ആദ്യം ഇടുന്നില്ല, വേവിച്ചിട്ടാണ് ഇടുന്നത്. എന്നാൽ പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് മാങ്ങ തൊലി കളഞ്ഞ് മുറിച്ചിട്ടെടുക്കാം. ഒരു മാങ്ങ ഫുള്ളായിട്ട് എടുക്കുന്നില്ല, അതിൻ്റെ ഒരു ചെറിയ പീസ് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അങ്ങനെ മാങ്ങ തൊലി ചെത്തി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് കഴുകി ചട്ടിയിലിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോഴത്തേക്ക് ചക്കക്കുരു വെന്ത് വരും. അതിന് ശേഷം അത് മന്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കണം. ഇതാ ചക്കക്കുരു നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അത് കാണാൻ കുറച്ച് ഭംഗി കുറയും, കാരണം ചുവന്ന തൊലി പോക്കാത്തത് കൊണ്ട്. എന്നാലും അത് ഹെൽത്തി ആണല്ലോ എന്ന് കൊണ്ടാണ് അങ്ങനെ പോക്കാത്തത്. പിന്നെ അതിനൊരു ചവർപ്പ് വേണ്ടെന്നുള്ളതിൽ തേങ്ങ അരക്കാമെന്ന് വിചാരിച്ച് പെരിഞ്ചീരകവും ഉള്ളിയും തേങ്ങയും അരച്ചെടുക്കട്ടെ. ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. തേങ്ങ അരച്ച് കറിയിലേക്ക് ഇളക്കിയതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും തീ കത്തിച്ച് കൊടുക്കട്ടെ. ഇളക്കുമ്പോൾ തീ ഓഫാക്കിയിരുന്നു. എന്നിട്ട് ഇതിലേക്ക് വെന്ത മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, വറവിനുള്ള വെളിച്ചെണ്ണ ഒക്കെ ചൂടാക്കണം. എന്നിട്ട് കടുകും കറിവേപ്പിലയും വറ്റൽ മുളകും വറുത്ത് അതിലേക്ക് ഒഴിക്കുക. ചട്ടിയിൽ നിന്ന് മാറ്റുന്നില്ല കേട്ടോ, അതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നതാണ്. അങ്ങനെ തീ കത്തിച്ചപ്പോൾ കറി ഇങ്ങനെ ചെറുതായിട്ട് തിളക്കുന്നുണ്ട്. ഇപ്പുറത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണയിൽ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കട്ടെ. അങ്ങനെ കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് വറ്റൽ മുളകും നല്ലോണം ചൂടാക്കി എടുത്തിട്ട് നല്ലോണം പൊരിഞ്ഞ് വരണം കേട്ടോ. എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം തിളച്ച് വന്നതുകൊണ്ട് തന്നെ അതൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ചെറിയൊരു പുളിപ്പുണ്ട്, കൂടുതൽ പുളിപ്പൊന്നുമില്ല. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ.